ഹലോ കൂട്ടുകാരെ, ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് പ്രത്യേക ഒരു ഇൻഗ്രീഡിയൻറ്റിനെ പറ്റിയാണ് കേട്ടോ. എനർജെക്സിൻ്റെ ഭയങ്കര പ്രാധാന്യമുള്ളൊരു ഇൻഗ്രീഡിയൻ്റ് ആണ്. എന്താണെന്ന് വെച്ചാൽ വെർജിൻ കോക്കനട്ട് ഓയിലാണ് കേട്ടോ. പണ്ട് മുതൽക്ക് നമ്മൾ തിന്നണതും മേല് തേക്കണതും അതുപോലെ ഔഷധമായിട്ട് ഉപയോഗിക്കണതും ഒക്കെ കോക്കനട്ട് ഓയിൽ, വെർജിൻ കോക്കനട്ട് ഓയിൽ തന്നെ കേട്ടോ ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെയാണ് അതിനൊരു പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് എനർജെക്സ് ഓർഗാനിക് ഉൾപ്പെടുത്തിയതും. അതുപോലെ ഉരുക്ക് വെളിച്ചെണ്ണ എന്നൊക്കെ അറിയപ്പെടുന്ന വെർജിൻ കോക്കനട്ട് ഓയിലിനെ കുറിച്ചാണ് കേട്ടോ എന്ന് പറയപ്പെടുന്നത്. എന്താണെന്ന് വെച്ചാൽ അതിന് വളരെയധികം ഔഷധ മൂല്യമുണ്ട്. അതുപോലെ പാരമ്പര്യ ചികിത്സക്ക് വളരെയധികം ഉപകാരപ്പെടുന്നതാണ് എന്നൊക്കെ നമുക്ക് മനസ്സിലായതുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് വളരെയധികം സ്കിന്നിനും അതുപോലെ ഇന്റേണൽ അവയവങ്ങൾക്കും അതുപോലെ തന്നെ സ്കാൽപ്പിനൊക്കെ വളരെയധികം ഉപകാരം കിട്ടണോണ്ട് തന്നെ കേട്ടോ അത് എനർജെക്സിന്റെ ഒരു പ്രത്യേക ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് അതിനെ മാറ്റിയതും അതുകൊണ്ട് തന്നെയാണ്. അത്രയും അതിന് ഔഷധ മൂല്യവും പാരമ്പര്യ ചികിത്സാ വിധികളും ഒക്കെ അതിലുള്ളത് കൊണ്ട് തന്നെയാണ് കേട്ടോ അത് മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് എനർജെക്സ് ഓർഗാനിക് അതിനെ ഒരു ഇതായിട്ട് നമ്മളെ പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് നമ്മൾ അതുകൊണ്ടുള്ള ഉൽപ്പന്നങ്ങളും അതുകൊണ്ടുള്ള റിസൾട്ടുകളൊക്കെ കൂടുതലുള്ളതുകൊണ്ട് തന്നെയാണ് കേട്ടോ, അതിനത്രയും കഴിവുള്ളതുകൊണ്ട് തന്നെയാണ് കേട്ടോ അതൊരു പ്രത്യേക ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് വളരെ പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻ്റ്. ഇനി സ്കാൽപ്പിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ആൻറ്റി ഡാൻഡ്രഫ് ആയിട്ടും അതുപോലെ തന്നെ റൂട്ടിനെ സ്ട്രെങ്തൻ ചെയ്യാനും അതുപോലെ മുടി കൊഴിച്ചിൽ കുറക്കാനും അതുപോലെ മുടി വളരാൻ എളുപ്പമാക്കാനും ഒക്കെ വളരെയധികം ഉപകാരം ചെയ്യാൻ സ്കാൽപ്പിൻ്റെ ആരോഗ്യത്തിന് തന്നെ ഇത് വളരെയധികം ഉപകാരം ചെയ്യുന്നതാണ് പഠനങ്ങളൊക്കെ പറയുന്നത്. അപ്പം അത്രയും നല്ലൊരു ഉൽപ്പന്നമാണ് ഇത് നമ്മുടെ വെർജിൻ കോക്കനട്ട് ഓയിൽ. സ്കിന്നിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ എന്ന് പറഞ്ഞാൽ നമ്മളെ തൊലിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ അതിൽ ലോറിക് ആസിഡിൻ്റെ കണ്ടൻറ്റ് കൂടുതലുള്ളതുകൊണ്ട് അത് ആൻറ്റി ബാക്ടീരിയലായിട്ടും ആൻറ്റി ഫംഗലായിട്ടും ആൻറ്റി വൈറലായിട്ടും പ്രവർത്തിക്കാനും പ്രതിരോധം സ്കിന്നിന് നൽകാനുള്ള കഴിവ് അതിന് വളരെയധികം ഉണ്ട് എന്നാണ് പഠനങ്ങൾ തെളിയിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ എനർജെക്സ് ഓർഗാനിക് ഈ ഇൻഗ്രീഡിയൻറ്റ് നമ്മുടെ പ്രൊഡക്റ്റുകളിലൊക്കെ ഉപയോഗിക്കുന്നതിൻ്റെ കാരണം തന്നെ നമ്മളെ പ്രകൃതിയിലേക്ക് മടക്കി കൊണ്ടുവരിക, അതിൻ്റെ റിസൾട്ടുകൾ നമ്മൾ മനസ്സിലാക്കുക എന്നുള്ള ഒരു ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് മാത്രമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ പ്രൊഡക്റ്റുകൾ സപ്പോർട്ട് ചെയ്തു ഇത് വാങ്ങിയിട്ട് ഇത് ഉപയോഗിച്ചത് ഇതിൻ്റെ റിസൾട്ട് ഇതിൻ്റെ റിവ്യൂ നമുക്ക് തരണം. അതുകൊണ്ട് തന്നെ കേട്ടോ എനർജെക്സിൻ്റെ ക്രീമിൽ അതുപോലെ ഷാമ്പൂവിൽ അതുപോലെ ഫേസ് വാഷിൽ അതുപോലെ തന്നെ സോപ്പുകളിൽ അതുപോലെ ലിപ് ബാമിൽ എനർജെക്സിൻ്റെ ഏത് പ്രൊഡക്റ്റിലും ഈ ഇൻഗ്രീഡിയൻ്റ് ഉപയോഗിക്കാത്ത ഒരു പ്രൊഡക്റ്റും എനർജെക്സിനില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ നല്ല റിസൾട്ടും ഇതിന് തരാൻ കഴിയും. അതുപോലെ തന്നെ നമ്മളെ സെൻസിറ്റീവ് സ്കിന്നിന് വളരെയധികം ഉപകാരമാണ്. ഡ്രൈ സ്കിന്നിനും ഉപകാരം തന്നെയാണ്. ഓയിലി സ്കിന്നിന് വേറെ ഏതെങ്കിലും ഓയിലൊക്കെ മിക്സ് ചെയ്ത് ഉപയോഗിക്കണതിന് ആഴ്ചയിൽ 2-3 ദിവസമൊക്കെ ഉപയോഗിക്കണതിന് ബുദ്ധിമുട്ടുണ്ടാവില്ല. ഡ്രൈ സ്കിന്നിന് നല്ലൊരു ഒരു ഔഷധം തന്നെയാണ് വെന്ത വെളിച്ചെണ്ണ. അതുപോലെ തന്നെ അകാല നിരക്ക് ഉപയോഗിക്കും. അതുപോലെ മുടി വളരാനുള്ള സപ്പോർട്ടിങ്ങിന് ഇത് പറ്റും. അതുപോലെ തന്നെ മുടി കൊഴിച്ചിലിനുള്ള കുറവ് ഉണ്ടാക്കാൻ ഇതിനോട് കഴിയും. ഇതൊരു മോയ്സ്ചറൈസിംഗ് ആയിട്ട് വളരെയധികം ഉപയോഗിക്കാൻ പറ്റും. മോയ്സ്ചറൈസിംഗ് ആയിട്ട് നല്ല കൂളിംഗ് കിട്ടാനും ഹൈഡ്രേഷൻ കിട്ടാനും ഒക്കെ വളരെയധികം ഉപയോഗിക്കും. ഇത് തൊലിക്കാട്ടെ അതുപോലെ നമ്മുടെ സ്കാൽപ്പിനാട്ടെ അതിനൊക്കെ ഒരു മോയ്സ്ചറൈസിങ് തന്നെയാണ് കേട്ടോ. ഇത് തേങ്ങയെന്ന് നമ്മൾ പാല് പിഴിഞ്ഞിട്ട് നമ്മൾ 5-8 മണിക്കൂർ ചെറിയ തീയിൽ വേവിച്ചിട്ടാണ് നമുക്കിത് ഓയിലായിട്ട് കിട്ടുന്നത് കേട്ടോ. അപ്പം ഭയങ്കര പ്രോസസ്സിങ് തന്നെ കുറേ സമയം എടുത്തിട്ടാണിത് ചെയ്യാൻ പറ്റുക. വേഗമൊന്നും ചെയ്തിട്ട് ഇതൊരു ഉപയോഗിക്കാനൊന്നും പറ്റില്ല. അപ്പം കൂടുതൽ സമയം പ്രോസസ്സിങ്ങിനൊക്കെ സമയമെടുത്ത് ചെയ്യണ ഒരു പണിയായതുകൊണ്ട് ഇതിൽ കെമിക്കലിൻ്റെ കണ്ടൻറ്റ് ഒരു നിലക്കുണ്ടാകാനുള്ള ഒരു സാധ്യതകളും വളരെയധികം കുറവാണ്. പണ്ട് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഭക്ഷണത്തിലും വെർജിൻ കോക്കനട്ട് ഓയിൽ അതുപോലെ മരുന്നായിട്ടും വെർജിൻ കോക്കനട്ട് ഓയിൽ, തലയിൽ ഉപയോഗിക്കാനും വെർജിൻ കോക്കനട്ട് ഓയിൽ, മേലുപയോഗിക്കാനും വെർജിൻ കോക്കനട്ട് ഓയിൽ. ഇപ്പോഴത്തെ സമൂഹത്തിന് അതൊന്നും അറിയില്ല കേട്ടോ. അതിൻ്റെ ഒരു പോരായ നമ്മളെ ശരീരത്തിലും നമ്മളെ ആരോഗ്യത്തിലൊക്കെ വളരെയധികം നമ്മൾ അനുഭവിക്കണമുണ്ട്.
പണ്ട് എല്ലാ കാര്യത്തിനും ഒരൊറ്റ മരുന്ന് എന്ന് പറഞ്ഞ പോലെ അത് ഉള്ളിലേക്ക് കഴിക്കാനാണെങ്കിലും അത് പുറത്തേക്ക് എന്തെങ്കിലും പിന്നെ എന്തെങ്കിലും ചൊറിയ ചരങ്ങോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിനും അതിൽ എന്തെങ്കിലും ഇട്ട് കാച്ചിയിട്ടുള്ള എണ്ണകളൊക്കെ ആയിട്ട് വെർജിൻ കോക്കനട്ട് ഓയിൽ നമ്മൾ ഉപയോഗിക്കും. അതുപോലെ ഉള്ളിക്കും അത് എന്തെങ്കിലുമൊക്കെ മരുന്നുകൾ ഉപയോഗിച്ചിട്ട് ഉള്ളിക്കും കഴിക്കും. ഇങ്ങനെയൊക്കെ അതിന് പണ്ട് നമ്മളെ ചെറുപ്പകാലത്തൊക്കെ ഇതിന് ഉപയോഗിച്ചിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ സമൂഹത്തിലെ കുട്ടികൾക്കും ഇപ്പോഴത്തെ അമ്മമാർക്കൊന്നും ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയില്ല കേട്ടോ. ഇനി ഉപയോഗിച്ച് ഇതിൻ്റെ റിസൾട്ടുകളും കാര്യങ്ങളൊക്കെ അറിഞ്ഞ് സ്വയം മനസ്സിലാക്കിയെങ്കിൽ ഇപ്പോഴത്തെ ആൾക്കാർക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അവബോധം ഉണ്ടാവുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കേട്ടോ. അതിന് വേണ്ടിയിട്ടൊക്കെ തന്നെയാണ് എനർജെക്സ് ഓർഗാനിക് പ്രകൃതിക്ക് ആൾക്കാരെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഈ ഇൻഗ്രീഡിയൻറ്റിനോട് ഇത്ര താല്പര്യം കാണിച്ചതും. ഇതുകൊണ്ട് എല്ലാ പ്രൊഡക്റ്റുകളിലും നമ്മളിതൊരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആക്കിയതും അതുകൊണ്ട് തന്നെയാണ് കേട്ടോ. പിന്നെ ഇൻറ്റേർണൽ യൂസ് പറയുകയാണെങ്കിൽ നമ്മളെ ക്യാൻസറിന്, അതുപോലെ പ്രമേഹത്തിന്, അതുപോലെ തന്നെയാണ് പിന്നെ എയ്ഡ്സിന്, ഇങ്ങനത്തെ രോഗങ്ങളൊക്കെ പ്രതിരോധിക്കാനുള്ള കഴിവ് ഇതിനുണ്ട് കേട്ടോ. പിന്നെ ചീത്ത കൊളസ്ട്രോളിനെ കുറക്കാനും നല്ല കൊളസ്ട്രോളിനെ കൂട്ടാനുള്ള കഴിവ് ഇതിന് വളരെയധികം ഉണ്ട്. അപ്പോൾ ഈ എനർജെക്സ് ഓർഗാനിക് ഈ ഇൻഗ്രീഡിയൻറ്റ് നമ്മുടെ പ്രൊഡക്റ്റുകളിലൊക്കെ ഉപയോഗിക്കുന്നതിൻ്റെ കാരണം തന്നെ നമ്മളെ പ്രകൃതിയിലേക്ക് മടക്കി കൊണ്ടുവരിക, അതിൻ്റെ റിസൾട്ടുകൾ നമ്മൾ മനസ്സിലാക്കുക എന്നുള്ള ഒരു ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് മാത്രമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ പ്രൊഡക്റ്റുകൾ സപ്പോർട്ട് ചെയ്തു ഇത് വാങ്ങിയിട്ട് ഇത് ഉപയോഗിച്ചത് ഇതിൻ്റെ റിസൾട്ട്, ഇതിൻ്റെ റിവ്യൂ നമുക്ക് തരണം. അപ്പം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ നമുക്ക് പിന്നെയും കാണാം.